ഏഷ്യയുടെ തന്നെ അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്ന DGS ദിനകരൻ, അദ്ദേഹം അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ താൻ രോഗിയായിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് കാരണമെന്ന് തനിക്ക് അറിയത്തില്ല. അനേകർ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. താങ്കൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നു. പക്ഷെ താങ്കളുടെ രോഗങ്ങൾക്കൊരു വ്യത്യാസമില്ലല്ലോ. തൻ്റെ ഹാർട്ടിന് പ്രശ്നം, ലിവറിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നങ്ങൾ. ആ ഭക്തനായ മനുഷ്യൻ ദൈവസ്ഥാനത്തിൽ കണ്ണുനീരോടെ ICUവിൽ താൻ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ റൂമിൽ യേശു കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് തന്നോട് പറഞ്ഞു, നിന്റെ പാപമാ നീ രോഗിയായത്. താൻ ആ കിടക്കുന്ന കിടപ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കർത്താവേ, എൻ്റെ പാപം എന്താണെന്നൊന്ന് പറഞ്ഞാൽ ഞാനത് ഏറ്റു പറയാം. എന്തുവാ? നീ എൻ്റെ വചനം അനുസരിച്ചില്ല. യേശു പറഞ്ഞതാ. എന്തുവാ കർത്താവിൻ്റെ വചനം? പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് വെച്ചാൽ നാളെ കുറിച്ച് ഓർത്ത് നീ ചിന്തിച്ചത്, നീ ആകുലപ്പെട്ടത് നീ ചെയ്ത പാപമാ. ആ പാപം നീ ചെയ്തപ്പോൾ, അതിൽ നിന്നും മടങ്ങി വരാതിരുന്നപ്പോൾ, നാളെക്കുറിച്ച് നീ ആകുലപ്പെട്ടപ്പോൾ, ശത്രുവിൻ്റെ അറ്റാക്ക് നിനക്ക് നേരെ വന്നു. പല രോഗങ്ങൾ നിനക്ക് നേരെ വന്നു. ആ പാപം നിമിത്തമാ നീ ഇപ്പോൾ ICUവിൽ കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലകളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്നത് ഡിപ്രഷൻ, നാളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നത് ആങ്സൈറ്റി. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ഒരു ദൈവ പൈതലിനെ പാടില്ല. ദൈവവചനം പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ടെന്ന്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനുണ്ടെന്ന്. അവൻ്റെ വചനത്തെ കണ്ടെത്തി നാം ഭക്ഷിക്കുന്നവരാകണം. അവൻ്റെ വചനത്തെ നാം കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ ഒരാകുലത നമ്മിൽ തല ഉയർത്തത്തില്ല, ഒരു നിരാശ നമ്മെ ജയിക്കത്തില്ല, ഒരു ഭാരം നമ്മെ ജയിക്കത്തില്ല.